കണ്ണൂർ പഴയങ്ങാടിയിൽ പിക്കപ്പ് വാൻ കാറുകളിൽ ഇടിച്ചും അപകടമുണ്ടായിരിക്കുന്നു. ഒരാൾക്ക് പരിക്കേറ്റു. CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിക്കപ്പ് വാൻ കടന്നു വരുന്നത് കാണാം. പിറകിലായി കാർ ഇടിക്കുന്നു. മുൻപിൽ ഒരു കാറിലേക്ക് പിക്കപ്പ് വാനും ഇടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, എന്താണ് സംഭവിച്ചത് ഈ അപകടത്തിൽ? ഈ പിക്കപ്പ് വാന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ? എന്താണ് ഉണ്ടായതെന്ന് വ്യക്തമാകുന്നില്ല. അതോ തിരിയാൻ ശ്രമിച്ചതാണോ? വലിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ ആളുകൾക്ക്, ഇതിനുള്ളിലുള്ള ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും? ഈ പഴയങ്ങാടിയിൽ നിന്നും വളപട്ടണത്തേക്ക് വരുന്ന ഈ KSTP റോഡ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം പൂർണ്ണമായി ഇടിച്ച് തകർന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അന്ന് രാത്രി തന്നെ പഴയങ്ങാടിയിൽ ഈ റോഡിൽ മറ്റൊരു അപകടമുണ്ടായി. 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അത് കഴിഞ്ഞ് എരിപുരത്ത് വീണ്ടും ഒരു അപകടമുണ്ടായി. ആ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ 8:45 കൂടി 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം ഒരു പിക്കപ്പ് വാനാണ്, അതിൻ്റെ പിറകിൽ ഒരു കാർ ഇടിക്കുന്നു. അതോടുകൂടി ആ കാർ ഇടിച്ച പിക്കപ്പ് വാൻ കുറച്ചുകൂടി റോഡിലെ മറുഭാഗത്തേക്ക് മാറുന്നു. എതിരെ വന്ന കാർ അതിന് വീണ്ടും ഇടിക്കുന്നു. ഈ അപകടത്തിൽ കാര്യമായ പരിക്കുകളില്ല. പക്ഷേ എങ്കിൽ കൂടിയും അതിലൂടെ വാഹന ഗതാഗതത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. ഒരാൾക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എങ്കിൽ കൂടിയും അപകടങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. അത് വലിയൊരു ആശങ്ക ആ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ റോഡിന് പൊതുവിൽ മിനുസം കൂടുതലാണ് എന്ന പരാതി നേരത്തെ മുതൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ മഴ കൂടി പെയ്യുന്നു. റോഡിലുണ്ടായിരിക്കുന്ന ഓയിലും മറ്റും ഈ മഴവെള്ളത്തിൽ പരക്കുന്നു. അങ്ങനെ ആണ് മിക്കവാറും അപകടത്തിൽപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു ശ്രദ്ധ കൂടുതൽ വേണ്ട ഒരു പ്രദേശമായി കണ്ണൂർ അല്ലെങ്കിൽ പഴയങ്ങാടിയിൽ നിന്നും വളപട്ടണത്തേക്ക് വരുന്ന ഈ KSTP റോഡിൽ ആവശ്യമാണ് എന്ന് നാട്ടുകാർക്ക് കൂടി ബോധ്യമുണ്ട്. കാരണം അത്രമാത്രം എണ്ണം അപകടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും അവിടെ.